അന്ന് അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഒരു ദിവസം വെളുപ്പിന് ഒരു 4 മണിയായി കാണും. 4 മണി ആയി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീക്ക് പ്രസവവേദന ആയി കഴിഞ്ഞാൽ വണ്ടിയിൽ കയറ്റി അന്നേരം തന്നെ കൊണ്ട് അന്ന് നമ്മൾ ഇവിടെ മുട്ടത്തുണ്ടായ. അപ്പോൾ അവർ വണ്ടിയിൽ കയറി കൊടയത്തൂർ ജെയിംസ് ഡോക്ടറുടെ ആശുപത്രിയുടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രസവത്തിൻ്റെ ഏതാണ്ടോ ഇതൊക്കെ ആയി. 2 പെട്രോളും 1 ഡീസലും. അതിലെ ഡീസൽ ജീപ്പാണ് ഓടിക്കുന്നത്, പെട്രോൾ ജീപ്പ് 2 പേര് ഇട്ട് ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് വഴിയില്ലല്ലോ, വഴിയെല്ലാം ഈ മല മുഴുവനും എല്ലാ വഴികളും തെങ്ങുംതടി ഇട്ട വെള്ളം പോകാൻ ഓടയ്ക്കകത്തുനിന്ന് തെങ്ങുംതടിയും പിന്നെ കല്ലും കുഴിയും അങ്ങനെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. ഹായ്, ടിജോയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മൂലമറ്റത്തെ കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ജീപ്പ് ഡ്രൈവറായി ഓട്ടോറിക്ഷ ഡ്രൈവറായി ആയിട്ട് സേവനമനുഷ്ഠിച്ച നമ്മുടെ ഡേവിഡ് കേട്ടോ. അതുമാത്രം 1988 AKG കോളനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന നമ്മുടെ ഡേവിഡ് കേട്ടോ. അപ്പോൾ ആശാന്റെ ജീവിതകഥയാണ് നമ്മുടെ വീഡിയോയിൽ. ലീവ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആശാനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആശാനെ, അന്നത്തെ കാലത്ത് നമുക്ക് ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞ വലിയ കടമ്പയാണോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അന്ന് ലൈസൻസ് എടുക്കാൻ നമുക്ക് വലിയ കടമ്പകളില്ല. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് പിന്നെ വെഹിക്കിളിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ഓടിച്ചു കാണിച്ച് സെക്കൻഡിൽ ചോദിക്കും. അത്രേ ഉള്ളൂ. അല്ല ഒന്നുമില്ല. കാരണം അന്ന് നമ്മൾ മെയിൻ റോഡ് ഈ റോഡിൽ കൂടെ ഓടിച്ച് കാണിച്ചിട്ട് അത് അവർ പറയുന്നതനുസരിച്ച് ഒന്ന് ഓടിച്ച് കാണിച്ചിട്ട് അവർ സിഗ്നൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറയുക. അന്ന് അത്രേ ഉള്ളൂ. ഞാൻ 80 എടുത്ത ലൈസൻസാണ്. എനിക്ക് 80 അന്ന് ഞാൻ 80 എടുക്കുന്നത്. അന്ന് ഞാൻ കാണുന്ന ജീപ്പ് പിന്നെ ഓടിച്ച് കാണിച്ചാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ ആശാൻ ഈ 40 വർഷത്തോളമായല്ലോ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ അന്നത്തെ ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ആ പഴയകാല വണ്ടികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പഴയ കാലത്ത് എനിക്ക് അന്ന് പിന്നെ വണ്ടി ഉണ്ടായിരുന്ന 3 വണ്ടിയായിരുന്നു. 2 പെട്രോളും 1 ഡീസലും. അതിലെ ഡീസൽ ജീപ്പാണ് ഓടിക്കുന്നത്, പെട്രോൾ ജീപ്പ് 2 പേര് ഇട്ട് ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് വഴിയില്ലല്ലോ, വഴിയെല്ലാം ഈ മല മുഴുവനും എല്ലാ വഴികളും തെങ്ങുംതടി ഇട്ട വെള്ളം പോകാൻ ഓടയ്ക്കകത്തുനിന്ന് തെങ്ങുംതടിയും പിന്നെ കല്ലും കുഴിയും അങ്ങനെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. അതേ ഞങ്ങളുടെ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഒരു കല്ലിൽ മറ്റു കല്ല് ചാടി വളരെ ചാട്ടമായിരുന്നു. ചെളിക്കല് ഇങ്ങനെയുള്ള വഴികളെല്ലാം തന്നെ എല്ലാ വഴികളും ഓഫ് റോഡാണ്, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. 4 വീൽ ഇട്ടില്ലാണ്ട് ഒരിടത്ത് ഓടിക്കുകയാണ്. അപ്പൊ അന്നത്തെ നമ്മുടെ മൂലമറ്റോ എലപ്പള്ളിയെ കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മ നമുക്ക് വെക്കാം. അന്നത്തെ എലപ്പള്ളി എന്ന് പറഞ്ഞാൽ എലപ്പള്ളി പണ്ടത്തെ കാലത്ത് ഇപ്പം അന്നിനൊക്കെ മുമ്പാ ആദ്യ കാലത്താണ്. അന്ന് എൻ്റെ ചെറുപ്പത്തിലാണ്. അത് എലപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൗണും ഇല്ലാത്ത സമയത്ത് ഏറ്റവും വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ എലപ്പള്ളി ആയിരുന്നു. എലപ്പള്ളി എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റുകൾ പിന്നെ 3-4 എസ്റ്റേറ്റ് ഉണ്ട്. കുമ്മങ്ങാനം, ചെളിക്കല്, പുള്ളിക്കാനം എസ്റ്റേറ്റുകൾ. ഇവരുള്ള ആൾക്കാരെല്ലാം വെള്ളി, ശനി, ഞായർ 3 ദിവസം ഇറങ്ങും. ചന്ത അത് ആ 3-4 അത്രയും ആൾക്കാർ ഇറങ്ങും. അത്രയും ആൾക്കാർ ഇറങ്ങുമ്പോഴത്തേക്ക് എവിടെ കൊള്ളാനാണ്, ഭയങ്കര തിരക്കല്ലേ. അന്ന് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ വരുന്ന ആൾക്കാരെല്ലാം കൂടെ വരുന്ന അപ്പനും എല്ലാത്തും എല്ലാം അവിടെ കിട്ടും കച്ചവടത്തിന്. ചന്തയുണ്ട് അവിടെ. ആ ചന്തയിൽ അവിടെ മുതൽ താഴോട്ട്. അപ്പൊ അത് കിട്ടുമായിരുന്നു, എല്ലാ കൂട്ടും കിട്ടുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് തന്നെ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ അപ്പൻ എന്നെ കയ്യെ പിടിച്ചോണ്ടാണ് ടൗണിൽ കൂടെ വരുന്നത്. അന്ന് ഞങ്ങളുടെ അവിടെ താമസിക്കും, എലപ്പുഴ താമസിക്കുന്നത്. അതുപോലെ തിരക്കാ. അതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാ. അന്നത്തെ അവിടെ ടൗണിൽ അന്ന് കടയെന്ന് പറഞ്ഞാൽ ഒരു 10-12 കടയുണ്ടല്ലോ, നല്ല എല്ലാ കടകളും. ഹോട്ടല് മറ്റേ പിന്നെ ഈ പലചരക്കട, തുണിക്കട, റേഷൻ കട, 2 റേഷൻ കട. അങ്ങനെ അത് ഒന്ന് കുഞ്ഞാടിൻ്റെതും ഒന്ന് പിന്നെ എലപ്പള്ളി തമ്പുരാൻ്റെയും 2 റേഷൻ കട. ബാക്കിയെല്ലാം മറ്റുള്ള കടകൾ. ഇപ്പൊ എത്ര കടയുണ്ടല്ലോ ഇപ്പൊ? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് പച്ചവെള്ളം കുടിക്കണമെങ്കിൽ തന്നെ കഷ്ടമല്ലേ. അതേ രീതിയിലായി പോയില്ലേ. 1-2 കടയും അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിലവിലില്ല, ആളില്ല അവിടുന്ന് പോയില്ല. ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാർ പോലും പിന്നെ ബസ് റൂട്ടുള്ളതിന്റെ പേരിൽ അവരത് കയറുന്നു, നേരെ മുന്നേടുത്ത് വരുന്നു, എനിക്കാൾ മേടിക്കുന്നു, വീട്ടിൽ പോകുന്നു. അതാണ് സംഭവം. 1988 നമ്മുടെ നച്ചാറിൽ വലിയൊരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി, ഒരുപാട് വീടുകളൊക്കെ നശിച്ചായിരുന്നു. ആ സമയത്ത് ആശാനോട് താമസിച്ചിരുന്നില്ല, അതിനെ കുറിച്ച് അനുഭവം എന്ന് പറയാമോ? അന്ന് ഞങ്ങൾ താമസിച്ചിട്ട് അവിടെ ആ സൈഡ് മുഴുവൻ വീടുകളായിരുന്നു. ആ സൈഡിൽ ഞങ്ങൾ നച്ചാറിന്റെ സൈഡിലെല്ലാം വീടായിരുന്നു. ആ വീടുകളിൽ പിന്നെ താമസിച്ചിരുന്നു. അന്ന് രാത്രി ഇതുവരെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഈ IGP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. ആ ക്യാമ്പിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് സാമ്പത്തികമുള്ള സമയമാണ്. അത് നമുക്ക് ആ സാമ്പത്തികമുള്ള സമയം അതിൻ്റെ പേരിൽ ഞാൻ ഒരു ജീപ്പ്, എൻ്റെ ഒരു ഡീസൽ ജീപ്പ് കംപ്ലീറ്റ് ക്യാമ്പിലേക്ക് ഇട്ടേക്കും. അന്ന് നമുക്ക് വേറെ കിട്ടില്ല. മറ്റുള്ള നാട്ടുകാരുടെ മലയൊക്കെ നടന്ന നാട്ടുകാരുടെ എല്ലാം കപ്പ, ചേന, ചേമ്പ് ഇതെല്ലാം പറിച്ച് മേടിച്ച് ഞാനിവിടെ കൂടി ചുമന്നു വണ്ടിയെ കയറ്റി കൊണ്ടുവന്ന് ക്യാമ്പിൽ കൊണ്ട് കൊടുത്തു. 24 മണിക്കൂറും ക്യാമ്പിലാണ്. നമുക്ക് ഒത്തിരി സാധനം തന്നിട്ടില്ല. അപ്പൊ നമ്മളത് എല്ലാം ചെയ്തിട്ട് അവർക്ക് ആർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അന്നേരം എല്ലാം ഓടാനും എല്ലാം തയ്യാറായിട്ട് ക്യാമ്പിൽ കിടന്നു.
അപ്പൊ ഈ ക്യാമ്പിനിടയിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല? ഉണ്ട്. അത് അന്ന് അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഒരു ദിവസം വെളുപ്പിന് ഒരു 4 മണി ആയി കാണും. 4 മണി ആയി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീക്ക് പ്രസവവേദന. പ്രസവവേദന ആയി കഴിഞ്ഞാൽ വണ്ടിയിൽ കയറ്റി അന്നേരം തന്നെ കൊണ്ട് അന്ന് നമ്മൾ ഇവിടെ മുട്ടത്തുണ്ടായ അപ്പോൾ അവര് വണ്ടിയിൽ കയറി കൊടയത്തൂർ ജെയിംസ് ഡോക്ടറുടെ ആശുപത്രിയുടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രസവത്തിന്റെ ഏതാണ്ടോ ഇതൊക്കെ ആയി. എല്ലാം പൊട്ടി. നമ്മുടെ എൻ്റെ ഡ്രോയർ, കയ്യില്, ഉടുപ്പ് എല്ലാം നനഞ്ഞു. എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കുക. അതിനകത്ത് നിർത്തിയില്ല, മുട്ടത്തെത്തിണ്ടേ. അവിടെ ഞാൻ എത്രയും വേഗം മുട്ടത്ത് മാനേജർ കൊണ്ടാക്കി. ഉടനെ തന്നെ പ്രസവം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അവിടുന്ന് ഇറക്കം വന്നു കഴിയുമ്പോഴത്തേക്ക് ക്യാമ്പെല്ലാം മാറി വന്നപ്പോഴത്തേക്ക് കിട്ടിയത് AKG കോളനി. ആ AKG കോളനി വന്നു കഴിയുമ്പോൾ അതിനകത്തും ഈ ഓരോ പ്ലോട്ട് നമ്പരും പേരും ഇട്ടിട്ട് എടുക്കുമായിരുന്നു. എടുത്തിട്ട് അങ്ങനെ ആണ് അവിടെ പ്ലോട്ട് ഇരിക്കുന്നത്. ആ പ്ലോട്ട് അതിനകത്ത് എല്ലാ കാര്യത്തിനും മുന്നേ നിന്നും നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. എനിക്ക് കിട്ടിയത് ഏറ്റവും പുറകിലോ കിട്ടി. എന്നിട്ട് ആ പുറകിന് കിട്ടിയ സ്ഥലമാണ് ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും കൂടിയില്ല, എല്ലാം കല്ലും കുഴിയൊക്കെ ആയിരുന്നു. അന്ന് സാമ്പത്തികമുള്ളതിൻ്റെ പേര് ഞാനതെല്ലാം നികത്തി സ്ഥലമാക്കി എടുത്ത് ക്ലിയറാക്കി എടുത്തതാണ്. അപ്പോൾ ആശാരി അന്ന് നമ്മുടെ വണ്ടിയൊക്കെ കേടാവില്ല, അപ്പം നന്നാക്കിക്കൊണ്ടിരുന്നൊക്കെ എവിടെയായിരുന്നു? അത് നമ്മുടെ അന്ന് മുന്നടുത്ത് 2-3 വർഷം ഉണ്ടായിരുന്നു. ഒന്ന് ഷൺമുഖത്തിൻ്റെത്, പിന്നെ വേറെ ചന്ദ്രനാശാന്, ഇങ്ങനെ ഒരു 2-3 പിന്നെ പുന്മാശാന്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പണിതുകൊണ്ടിരുന്നു ആദ്യം പണിതുകൊണ്ട് പുന്മാശാൻ്റെ അടുത്താണ്. നമ്മുടെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് പ്ലേറ്റ് സെറ്റാണ്. കാരണം പറഞ്ഞാൽ വഴിയില്ലല്ലേ, വഴിയില്ലല്ലോ. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന പറഞ്ഞാൽ പ്ലേറ്റ് സെറ്റാണ്. ബാക്കിയുള്ള പണികളൊന്നും അങ്ങനെ വലുതായിട്ട് വരികയില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ എലപ്പള്ളിയുടെ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചതിൽ മറക്കാനാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ആ സംഭവം, അന്ന് വണ്ടി ഓടിച്ചതിൽ അങ്ങനെ മറക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം പിന്നെ അങ്ങ് പുളിക്കത്തറത്ത് വെച്ച് വണ്ടിയുടെ ബ്രേക്ക് പോയിട്ട്, ആ ബ്രേക്ക് പോയ വണ്ടി അന്ന് വഴികൾ കുറവാണ്, വീതി കുറവാണ്. അങ്ങനെ അതിലൊരു പിന്നെ സ്ത്രീയെ, ഗർഭിണിയായ ഒരു സ്ത്രീയെ അവശനിലയിലായപ്പോൾ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. ആ മണ്ടയ്ക്ക്, പുളിക്കത്തറത്തിന്റെ മണ്ടയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബ്രേക്ക് പോയി. ആ ബ്രേക്ക് പോയ വണ്ടിയിൽ ആൾക്കാരും എല്ലാം കൂടെ കയറി. ആരും പറഞ്ഞില്ല ഞാൻ. അതുപോലെ അവരെല്ലാം കയറി അവരുടെ ഫ്രണ്ടൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അവിടെ ഇറങ്ങി വന്നു. ഇവിടെ മുന്നടുത്ത് കൊണ്ടുവന്ന് വേറൊരു വണ്ടി കയറ്റി വിട്ടേച്ച് ഞാൻ വണ്ടി പണിയാൻ കൊണ്ട്. അതൊരു മറക്കാൻ വയ്യാത്തൊരു സംഭവം നമുക്ക് അതാ ഏറ്റവും വലിയ പറയാനുള്ളത്. കാരണം അന്ന് വഴിയില്ലല്ലോ, ഉള്ള വഴി കൂടെ വന്നതാണ് ഞാൻ പറഞ്ഞത്. അതും ആ ബ്രേക്കില്ലാത്ത വണ്ടി രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ റിവേഴ്സ് എടുത്താലേ ഓരോ വളവ് തിരിഞ്ഞ് കിട്ടുള്ളൂ അന്നത്തെ കാലത്ത്. അങ്ങനെ ചെയ്തു. അന്ന് എന്തോ എനിക്ക് എൻ്റെ നമ്മൾക്ക് ഞാൻ പറയുകയില്ല, ദൈവം തന്നെ നമ്മൾക്കായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അത് പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ ഈ മലക്കൂടെയൊക്കെയാണ് ഡ്രൈവ് ചെയ്തത്, ഓഫ് റോഡ് വഴികളായിരുന്നു, ടാറിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തെ നമുക്ക് നല്ല റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലവും ഇന്നത്തെ കാലം തമ്മിൽ എങ്ങനെയാണ് ആശാൻ നോക്കി കാണുന്നത്? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വഴിയെ പോയാലും 4 വീലിട്ട് ഓരോ വളവുകൾ ചിലപ്പോൾ 2 ട്രിപ്പ് റിവേഴ്സ് എടുക്കാം. അങ്ങനെയൊക്കെ ഉള്ള വഴിയായിരുന്നു മുഴുവനും, വീതിയില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് വണ്ടി പിന്നെ ഈ ടാറിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്കല്ലേ വഴിക്ക് വീതിയായി. പിന്നെ നമുക്കിപ്പോൾ ഏത് വണ്ടിയും കൊണ്ടു നടക്കാറായല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന വഴികൾ കംപ്ലീറ്റും പിന്നെ ഈ 4 വീൽ ഓഫ് റോഡായിരുന്നു കംപ്ലീറ്റും. അത് ഒരു വഴി പോലും നല്ല വഴിയില്ല അന്നത്തെ കാലം. അതുപോലെ ഇവിടുന്ന് കോട്ടമലയ്ക്ക് വന്ന് പറഞ്ഞാൽ മേമുട്ടം, ഈ നമ്മുടെ പിന്നെ പതിപ്പള്ളി മേമുട്ടം, ആ ഒരു വഴിയേ ഉള്ളൂ അന്ന്. ഞാൻ മൂന്നിടത്തുനിന്ന് രാത്രിയിൽ അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ കോട്ടമലയ്ക്കുള്ള ആൾക്കാർ 10-12 പേര് കാണും. അവരുടെ റേഷന്, അവരുടെ സാധനങ്ങളെല്ലാം അത് മേടിച്ച് മൂന്നിടത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അന്ന്. നമ്മുടെ മറ്റേ ടൗണിലെ ഹോട്ടൽ അന്ന് വേറെ ആൾ നടത്തിക്കൊണ്ടിരുന്നു. അന്ന് അവിടെ ഒരു ആഹാരമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കും. രാത്രിയിൽ 10-11 മണിയാകുമ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം തീർന്നു കഴിയുമ്പോൾ അവരെ കൊണ്ട് ആ വണ്ടി രാത്രി പോവാണ്. രാത്രി പോയി അവരെ കൊണ്ടുവന്ന് ഇറക്കി അന്ന് രാത്രി തന്നെ ആ വീട്ടിൽ വരും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം ഇന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ പോയിട്ട് വരാൻ നിസ്സാര സമയം മതി, വഴി നന്നായി, അങ്ങനെയുള്ള കാര്യം വ്യത്യാസമുള്ളൂ. നേരത്തെ ജീപ്പൊക്കെ ഓടിച്ചത്, ഇപ്പോൾ ആശാൻ്റെ കൂടെ ഉള്ളത് ഓട്ടോറിക്ഷയാണല്ലോ. അപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിക്കാണ്? ഓട്ടോ ഓടിക്കാൻ വേണ്ടി 10-12 വർഷമായുള്ളൂ, അതേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പ്രായമായില്ലേ, ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഒന്ന്, രണ്ടാമത് എനിക്ക് സാമ്പത്തിക ടൈറ്റ് വന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി കച്ചവടത്തിന് പോയി. വണ്ടി 42 വണ്ടി എടുത്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് 32 വർഷം മുമ്പ് എനിക്ക് 4 ലക്ഷം രൂപയും 4 ഏക്കർ സ്ഥലവും പോയി. എനിക്ക് ആസ്തി ഉണ്ടായിരുന്നു, ആസ്തിയൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പാളിച്ച വന്നത്. അപ്പോൾ ഇത്രയും നേരം ആശാന്റെ ജീവിതകഥയും പണ്ടത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പങ്കുവെച്ചെന്ന് ആശാന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.